ഭഗവതേ ദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമാമി ദേവം കരുണാനിധാനം തമാലവർണം സുഗിതാവതാരം അപാര സംസാര സമുദ്രസേതും ഭജാമഹേ ഭാഗവതസ്വരൂപം. ആനന്ദലീലാമയ വിഗ്രഹായ ഹേമാഭദിവ്യശ്ച വിസുന്ദരായ തസ്മൈ മഹാപ്രേമരസപ്രദായ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷദന്തമോന്തം സംസാരിണാം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിനിധി നാമിനേ നമോ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ നമസ്തേ സരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. അതുപോലെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മള് പ്രഥമസ്കന്ധത്തിലെ 16-ാം അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകം കഴിഞ്ഞു. 23 ഇനി എടുക്കേണ്ടതല്ലേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത് എല്ലാവരും ആരും ഇല്ലയോ? ഹരേ കൃഷ്ണ കൃഷ്ണ. ഹരേ കൃഷ്ണ. 23-ാമത്തെ ശ്ലോകമാണോ? അതിനും ഒരു ഇതില്ല, റെസ്പോൺസ് ഇല്ല. ഹരേ കൃഷ്ണ. 23 ഇല്ല. ഹരേ കൃഷ്ണ. ശ്ലോകം നമ്പർ 23. ഗുരുദേവ് കി ജയ്, പ്രഭുപാദി. യദ്വാംബദേ ഭൂരിഭരാവതാര കൃതാവതാരസ്യ ഹരേർധരിത്രീ അന്തർഹിതസ്യ സ്മരതി വിസൃഷ്ട കർമാണി നിർവാണ വിളംബിതാനി. യദ്വാംബദേ ഭൂരിഭരാവതാര കൃതാവതാരസ്യ ഹരേർധരിത്രീ അന്തർഹിതസ്യ സ്മരതി വിസൃഷ്ട കർമാണി നിർവാണ വിളംബിതാനി. യദ്വാ അംബ, യദ്വാംബയെ പിരിക്കുമ്പോഴേ യദ്വാ പ്ലസ് അംബ, യദ്വാ അംബ തേ ഭൂരിഭരാവതാര. ഭൂരി ഭര അവതാര 3 വാക്കുകളായിട്ട് പോകും. ഭൂരി ഭര അവതാര. കൃതാവതാരസ്യ, കൃത അവതാരസ്യ ഹരേഹേ ധരിത്രി. അത്ര കൃത അവതാരസ്യ ഹരേഹേ ധരിത്രി. ഹരേർന്നുണ്ട് അവിടെ, ഇത് വിസർഗമാണ്. അടുത്തത് അന്തർഹിതസ്യ സ്മരതി വിസൃഷ്ട. അന്തർഹിതസ്യ ഒരു വാക്ക, അന്തർഹിതസ്യ സ്മരതി വിസൃഷ്ട.
3 വാക്കായി. പിന്നെ അടുത്തത് കർമാണി നിർവാണ വിളംബിതാനി. കർമാണി നിർവാണ വിളംബിതാനി, അത് 3 വാക്കായിട്ട് വരും. കർമാണി കർമാണി നിർവാണ വിളംബിതാനി. യദ്വാ എന്ന് വെച്ചാൽ നമ്മൾ ബട്ട് എന്നൊക്കെ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് പോലെ അങ്ങനെയാണെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. അമ്പ, അമ്പ മീൻസ് എല്ലാവർക്കും അറിയാവുന്ന മലയാളത്തിലെ അമ്പ തന്നെ, മാതാവി അമ്മയെന്ന് വിളിക്കുകയാണ്. തേ അങ്ങയുടെ, ഭൂമിയെ എപ്പോഴും നമ്മൾ അമ്മയായിട്ടാണല്ലോ കരുതുന്നത്. അപ്പം അങ്ങയുടെ, ഭൂമിയുടെ, ഭൂരി, ഭൂരി എന്ന് പറയുമ്പോൾ നമുക്ക് വഹിക്കാൻ പ്രയാസമായിട്ടുള്ളതിനെയാണ് ഭൂരിഭാരം എന്നൊക്കെ പറയാം. ഭൂരി. ഭര, ഭര അവിടെ അപ്പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഭര എന്ന് പറഞ്ഞാൽ ഭാരം. അവതാര, അവതാരം ചെയ്യുക മീൻസ് താഴേക്ക് വരിക, ഭൂമിയുടെ ഭാരം കുറയ്ക്കാനായി. ഇവിടെ അവതാരം ചെയ്തത് എന്തിനാണ്? ഭൂമിയുടെ ഭാരത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനായി. കൃത, കൃത മീൻസ് ഇവിടെ കൃതകൃത്യം ചെയ്തു എന്നുള്ള അർത്ഥം. അവതാരസ്യ താഴേക്ക് ഇറങ്ങി വന്നവൻ, അവതരിച്ചവൻ. ഹരേഹേ, സോറി, ഹരേഹേ ശ്രീകൃഷ്ണ ഭഗവാന്റെ ധരിത്രി, ഹേ ഭൂമിദേവി, ധരിത്രി എന്ന് വിളിക്കുക, അല്ലയോ ഭൂമിദേവി, ധരിത്രി. അന്തർഹിതസ്യ നമ്മുടെ മുൻപിൽ നിന്ന് മാറുക. അപ്പം നമ്മുടെ മുമ്പിൽ നിന്ന് പോയവന്റെ എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് നിന്ന് അപ്രത്യക്ഷമായി മാറിയ ആളിന്റെ എന്ന് വെച്ചാൽ ഇവിടെ ഭഗവാന്റെ എന്നുള്ള അർത്ഥം. സ്മരതി, സ്മരിക്കുക എന്ന് വെച്ചാൽ ചിന്തിക്കുക. സ്മരതി ചിന്തിക്കുന്ന അവസരത്തിൽ. വിസൃഷ്ട ചെയ്തതൊക്കെയും. കർമാണി എന്തെല്ലാം പ്രവർത്തനങ്ങൾ, കർമ്മ പ്രവർത്തനങ്ങൾ. നിർവാണം എന്ന് വെച്ചാൽ എന്താണ്? പരിത്രാണം ചെയ്യുക. നിർവാണം, നിർവാണം കിട്ടി, മോക്ഷം കിട്ടി, പരിത്രാണം കിട്ടി. വിളംബിതാനി, അത് വിളംബിതാനി മീൻസ് ഏറ്റവും അത്യാവശ്യമാക്കി തീർക്കുക. വിളംബിതാനി. ഇവിടെ അതിന്റെ അത്രയും വേർഡ്സ് ആണ് അതില് ഉള്ളത്. അപ്പൊ നമുക്കതിന്റെ വിവർത്തനം നോക്കാം. ഹരേ കൃഷ്ണ. ആരുടെയില്ല പുസ്തകം ഉള്ളത്? ഒന്ന് വിവർത്തനം വായിക്കൂ. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പർട്ട് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്, ഗുരുദേവ് കി ജയ്, പ്രഭുപാദി കി ജയ്, അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. വിവർത്തനമാണ് മാതാജി. അതെ അതെ, വിവർത്തനം. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. അല്ലയോ ഭൂമാതാവേ, പരമദിവ്യോത്തമ പുരുഷനായ ഹരി ഭവതിയുടെ ഭാരമകറ്റുവാനായി മാത്രം സ്വയം ശ്രീകൃഷ്ണ ഭഗവാനായി അവതരിച്ചു. ഇവിടെ അവിടുത്തെ എല്ലാ പ്രവർത്തികളും അതീന്ദ്രിയമാണ്. മാത്രവുമല്ല അവ മോക്ഷമാർഗത്തെ ദൃഢീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടുത്തെ സാന്നിധ്യം ഭവതിക്ക് നഷ്ടമായിരിക്കുന്നു. ഒരു പക്ഷേ ഭവതി ഇപ്പോൾ ആ പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം ചിന്തിച്ച് അവയുടെ ആഭാവത്തിൽ വിഷമിക്കുകയാവാം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഇപ്പോൾ ഇവിടെ അവിടുത്തെ സാന്നിധ്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാന്നിധ്യത്തിലല്ല, അവിടുത്തെ സാന്നിധ്യത്തിൽ. പുസ്തകത്തിൽ തെറ്റായിരിക്കാം, എന്റെ പുസ്തകത്തിൽ വ്യത്യാസം, അതുകൊണ്ടാണ് നിങ്ങളോട് വായിക്കാൻ പറഞ്ഞത്. ഫസ്റ്റ് എഡിഷനാണ് എൻ്റെ ഇരിക്കുന്നത്, അതുകൊണ്ട്. പക്ഷേ അത് അവിടെ അവിടുത്തെ സാന്നിധ്യത്തിൽ, ഭഗവാന്റെ സാന്നിധ്യത്തിൽ എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പൊ അല്ലയോ ഭൂമിമാതാവേ, ഭൂമിയോട് വിളിച്ച് പറയുകയാണ്, ഭഗവാൻ പരമദിവ്യോത്തമ കൃഷ്ണനായ ഹരി എന്തിനാണ് അവതരിച്ചത്? നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. എന്താണ്? എല്ലാവരും കൂടിയുള്ള ദേവന്മാരും ഭൂമിദേവിയും ശിവനും ബ്രഹ്മാവും എല്ലാവരും കൂടി എവിടെ പോയി? ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് ഭഗവാനോട് ഇവിടുത്തെ സങ്കടങ്ങളെല്ലാം പറഞ്ഞിട്ട് ഭഗവാൻ ഇങ്ങോട്ട് വരികയാണ്. ഭഗവാൻ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞ അവതരിച്ചു വന്നു. അപ്പം ഹരി അങ്ങയുടെ അവിടുത്തെ ഭൂഭാരം കുറയ്ക്കുന്നതിനായിട്ട് ഭൂമിയിൽ എന്താണ് അസുരന്മാരുടെ അഥവാ അങ്ങനെയുള്ള ആൾക്കാരുടെ യാതൊരു തരത്തിലുള്ള ധർമ്മവും ഇല്ലാതായി അധർമ്മികൾ അങ്ങേയറ്റം വിളയാടിയപ്പോൾ അവിടുത്തെ അപ്പോഴാണ് ഭൂമിക്ക് ഭാരം കൂടുന്നത്. അങ്ങനെ ഭൂമിയുടെ ഭാരം കുറയ്ക്കാനായിട്ടാണ് ഭഗവാൻ സ്വയമേ ഇവിടെ വന്നത്. അതുവരെയും വന്നതെല്ലാം പല രൂപത്തിൽ പല വ്യത്യസ്ത രീതിയിലാണ് വന്നിരുന്നത്. വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി വ്യത്യസ്ത രീതിയിലാണ് വന്നിരുന്നത്. ഇവിടെ ഭഗവാൻ അതേ രൂപത്തിൽ കരുണാമയനായിട്ട് അതേ രൂപത്തിൽ ഇവിടേക്ക് വന്നു, സ്വയം അവതരിച്ചു വന്നു. അദ്ദേഹം ചെയ്ത എല്ലാ പ്രവൃത്തികളും എങ്ങനെയുള്ളതായിരുന്നു? ഒന്നുപോലും ഭൗതികമായിട്ടൊന്നും അദ്ദേഹം ഇവിടെ ചെയ്തില്ല എന്നുള്ളതാണ്.
അതുപോലെ ആത്മജ്ഞാനപരമായിട്ടുള്ളതേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അത് ആരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു. അതുപോലെ അതീന്ദ്രിയവും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവില്ലാത്തതുമായിരുന്നു അദ്ദേഹം ചെയ്ത എല്ലാ പ്രവൃത്തികളും. അവയെല്ലാം മോക്ഷമാർഗത്തെ എന്ന് വെച്ചാൽ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും മോക്ഷമാർഗത്തെ, അല്ലെങ്കിൽ അതിന് വേറൊരു പേരിൽ പറഞ്ഞിരിക്കുകയാണ് പരിത്രാണപാത എന്ന് പറയും, അതിനെ ദൃഢീകരിച്ച് നമുക്ക് തരുന്നതായിരുന്നു. അപ്പം എന്താണ്, ഭഗവാൻ പോയി കഴിഞ്ഞു. ഇപ്പോൾ അപ്പം ശ്രീല പ്രഭുപാദൻ ബെരപ്റ്റ് എന്ന ഒരു വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഭഗവാൻ പോയി കഴിഞ്ഞപ്പോഴേ ഇവിടെ ആ സ്ഥാനത്ത് ആരുമില്ലാതെയായി. എന്ത് മാത്രമേ ഉള്ളൂ, ഭാഗവതം ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ അവിടെ എന്താണ്, ഇന്നിപ്പോൾ അങ്ങ് ഇവിടെ നിൽക്കുകയാണ്. ആരില്ലാത്ത സ്ഥാനത്ത്, ഭഗവാൻ പോയി കഴിഞ്ഞ സ്ഥാനത്താണ് അങ്ങ് ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരുപാട് ഭാരം അടിച്ചമർത്ത ചെയ്തിട്ടിരിക്കുന്നു. അപ്പൊ ആ ഭഗവാന്റെ സാന്നിധ്യത്തെ അപഹരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ സെന്റൻസ് തെറ്റാണ് ബെരപ്റ്റർ സർവീസിൽ. അപ്പൊ അതിലെ ആ ഭഗവാന്റെ സാന്നിധ്യം ഇല്ലാതെ അങ്ങിപ്പോൾ ഇവിടെ നിൽക്കുന്നു എന്നുള്ള അർത്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ അങ്ങയുടെ ആ പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനത്തെ കുറിച്ചെല്ലാം, അവിടുന്നിന്റെ ആ പ്രവർത്തനത്തെ കുറിച്ചെല്ലാം നമ്മൾ ഒരിക്കലും അദ്ദേഹം എന്ന് യൂസ് ചെയ്തുകൂടാ ഭഗവാനെ. അവിടുന്നിന്റെ ആ പ്രവർത്തനത്തെ കുറിച്ചെല്ലാം അങ്ങിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം. കാരണം മാത്രവുമല്ല അവയുടെ അഭാവത്തിൽ വിഷമിക്കുകയും ചെയ്യുന്നുണ്ടാകാം. അപ്പൊ ഭഗവാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞു, ആ ഭഗവാന്റെ അഭാവത്തിൽ അങ്ങ് വിഷമിക്കുകയും ചെയ്യുന്നുണ്ടാകാം എന്ന് ഭൂമിദേവിയോട് ധർമ്മരാജാവ് പറയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം ഭഗവാൻ വന്നു ചെയ്യാവുന്ന കർമ്മങ്ങൾ എത്രമാത്രം ചെയ്യാമോ അതെല്ലാം ചെയ്തിട്ട് ഭഗവാൻ തിരിച്ചു പോയി. അങ്ങിപ്പോൾ ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ, ഈ ഭൂമിയായിട്ട് നിൽക്കുമ്പോൾ അങ്ങ് അതോർത്ത് വിഷമിക്കുന്നുണ്ടാകാം. അങ്ങനെ അങ്ങ് പോയാൽ എന്ത് സംഭവിക്കുമെന്നാണ് കുന്തിദേവി പ്രാർത്ഥിച്ചത്? ആർക്കെങ്കിലും ആ ശ്ലോകം പറയാമോ? അങ്ങ് ഇവിടെ നിന്ന് വിട്ടുപോയാൽ, അങ്ങ് അദ്ദേഹം ഞങ്ങളുടെ പ്രദേശം വിട്ടുപോയാൽ എന്ത് സംഭവിക്കുമെന്നാണ് ആരാണ് കുന്തിദേവി പ്രാർത്ഥിക്കുന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരുപാട് കാര്യം പറയുന്നുണ്ട്. അങ്ങ് വിട്ടുപോയാൽ ഞങ്ങളോട് എന്താണ്, ആരെ പിണക്കത്തിലായിരിക്കുന്ന രാജാക്കന്മാർ ഞങ്ങളെ എല്ലാം ഉപദ്രവിക്കും, അതുകൊണ്ട് അങ്ങ് വിട്ടുപോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഭൂമിക്കൊരു കാര്യം സംഭവിക്കുക എന്താണ്? നേയം ശോഭിഷ്യതേ തത്ര യഥേദാനീം ഗദാധര ത്വൽപദൈരങ്കിതാഭാതി സ്വലക്ഷണ വിലക്ഷിതൈഹി. ഇപ്പോൾ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിക്ക് എന്ത് സംഭവിക്കും? അങ്ങ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാദങ്ങളുടെ അടയാളങ്ങളെല്ലാം നഷ്ടപ്പെടും. ഭൂമിയിൽ എന്താണ്, ഐശ്വര്യം ഇല്ലാതെയാവുകയും ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ സർവ സമ്പൽ സമൃദ്ധി നഷ്ടമാവുകയും ചെയ്യുകയില്ലേ? അങ്ങ് പോകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മളെ കണ്ടു. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഭൂമിദേവിയുടെ കഷ്ടപ്പാടിനെ കുറിച്ചാണ് പറയുന്നത്. ഭൂമിദേവിക്ക് എന്ത് സംഭവിച്ചു? ഭഗവാൻ പോയതോടുകൂടി എന്താണ്, ഭൂമിദേവി വളരെയധികം ശോകമുഖയായി നിൽക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് മോക്ഷത്തെ കുറിച്ച് രണ്ട് വാക്കുകളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. പരിത്രാണം എന്ന് വെച്ചാൽ മോക്ഷത്തെ കുറിച്ചും, മോക്ഷത്തിന് നിന്ന് ലഭ്യമാകുന്ന ആനന്ദം നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില് എല്ലാവർക്കും വേണ്ടത് എന്താണ്? മോക്ഷമാണ്. ഏതൊരു സപ്താഹം നടത്തിയാലും അവിടെ മോക്ഷത്തെ പ്രതിനിധീകരിച്ചുള്ള സംസാരം മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. ആ മോക്ഷത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളവിടെ കേൾക്കുന്നത്, അല്ലേ? അപ്പൊ ആ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ആ മോക്ഷം ലഭിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൽ വലുതുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് യഥാർത്ഥത്തില്. അപ്പം ഇവിടെ പറയുന്നു എന്താണ്? മോക്ഷത്തിൽ നിന്ന് ലഭ്യമാകുന്ന ആനന്ദത്തെക്കാൾ ആസ്വാദ്യമാണ് ഭഗവത് കർമ്മങ്ങൾ. പക്ഷെ അതിനകത്ത് ഉൾപ്പെടുന്നതാണ് എന്ത്? മോക്ഷവും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പം ശ്രീല ജീവഗോസ്വാമി, നമുക്കറിയാം ജീവഗോസ്വാമിയെ കുറിച്ച്. ആരാണ് ഈ ജീവഗോസ്വാമി? ആരുടെയാണ്? രൂപഗോസ്വാമിയുടെ സഹോദരി പുത്രനായിരുന്നു ജീവഗോസ്വാമി, അല്ലെ? അപ്പൊ സനാതന ഗോസ്വാമിയുടെ ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ജീവഗോസ്വാമി. അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇവിടെ, അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച്
നിർവാണ വിളംബിതാനി എന്ന് പറഞ്ഞിരിക്കുന്നു. നിർവാണ വിളംബിതാനി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പരിത്രാണം ആവശ്യമാക്കി തീർക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ പരിത്രാണം ലഭിക്കുന്നതിന് എന്തൊക്കെ വേണം എന്നൊക്കെ നമുക്കറിയാം. എന്താണ്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇതൊക്കെ നിങ്ങൾക്ക് ബൈ ഹാർട്ടാണല്ലോ ഇപ്പം. അപ്പം ശ്രവണം, എന്താണ് ഈ ശ്രവണം? ഭഗവാന്റെ കഥകളെ നമ്മളെ കേൾക്കുക. അതുപോലെ തന്നെ ഭഗവാന്റെ ഭക്തരുടെ കഥകളെയും ശ്രവിക്കുക. ഭഗവത് ഭക്തരുടെ കഥകളും ശ്രവിക്കുക, അതുപോലെ ഭഗവാന്റെ കഥകളും ശ്രവിക്കുക. അപ്പൊ അങ്ങനെ ശ്രവിച്ചാൽ എന്താ ഗുണം? എന്തിനാ ഈ ഭഗവത് ഭക്തരുടെ കഥ ശ്രവിക്കുന്നത്? അല്ലെങ്കിൽ ഭഗവാന്റെ കഥ എന്തിനാ ഇങ്ങനെ ശ്രവിക്കുന്നത്? എന്ത് കിട്ടും അതുകൊണ്ട്? ഭക്തി, ഭഗവാനുള്ള ഭക്തി. എന്തോ അങ്ങനെ കിട്ടും. അങ്ങനെ ശ്രവിക്കുമ്പോഴേ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഹിയറിംഗ് കൊണ്ടുണ്ടാകുന്ന ഗുണം, നമ്മുടെ ഹേർട്ട് ക്ലീൻ ആകും. ഏറ്റവും പ്രധാനമായിട്ട് ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്ന അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെല്ലാം മാറി ഭഗവത് ചിന്ത മനസ്സിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയം പരിശുദ്ധമാകുക. അതാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പം ഒരു കണ്ണാടിയിൽ പൊടി പറ്റിയിരിക്കുമ്പോഴേ ആ കണ്ണാടി ശരിക്കും നമ്മളെ തുടച്ച് വൃത്തിയാക്കുമ്പോൾ ആ കണ്ണാടിയിൽ നോക്കിയാൽ നമ്മുടെ മുഖം ശരിക്ക് കാണാം. പക്ഷേ ആ പൊടി ഇരുന്നാൽ കാണത്തില്ല. അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ മാലിന്യങ്ങളെ തുടച്ചു മാറ്റിയാൽ മാത്രമേ നമ്മൾ ആരാണെന്ന് അറിയുള്ളൂ. നമ്മളിൽ നിന്ന് അത് മാറ്റിക്കളഞ്ഞാൽ മാത്രമേ നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തെ, മൂലസ്വരൂപത്തെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ മനസ്സിനെ മാറ്റി, മനസ്സിലുണ്ടായിരിക്കുന്ന അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെല്ലാം മാറി നമ്മൾക്ക് ഭഗവത് സ്വരൂപത്തെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഭഗവാന്റെ കഥകൾ കേൾക്കുക, പേഴ്സണലായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപത്തെ കുറിച്ച് ചിന്തിക്കുക, ഭഗവാന്റെ രൂപം, ഗുണം ആദിയായവകളെ കുറിച്ച് കേൾക്കുക, മനസ്സിലാക്കുക. അപ്പം നമ്മുടെ മനസ്സിൽ നിന്ന് ഈ ആവശ്യമില്ലാത്ത വിചാരങ്ങളെല്ലാം മാറിക്കിട്ടും എന്നുള്ളതാണ്. അപ്പം ഭഗവാന്റെ ലീലകൾ വായിക്കുമ്പോൾ ഒരുപാട് പേര് ഭഗവത് ലീലകൾ കേൾക്കാൻ എവിടെ കാണും? ഈ യജ്ഞവേദിയിലൊക്കെ കാണാറുണ്ട്. നമുക്കറിയാം ഭഗവാനെ വധിച്ച ലീലകളാണ് നമ്മൾ കൂടുതലും കേൾക്കുന്നതും, ഇല്ലേ? അതിൽ ഇത്ര രസം എന്താണ് എന്ന് നമുക്ക് തോന്നാറുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ തോന്നുന്നു. എന്തുകൊണ്ടാണ് അത് കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നത്? അതൊക്കെ ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളായതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്. ആദ്യമായി ഭഗവാൻ വധിക്കുന്നത് ആരെയാണ്? പൂതനെ, ഒരു സ്ത്രീയാണ് ആദ്യമായിട്ട് വധിക്കുന്നത്, അല്ലെ? പൂതനയെ വധിച്ചു, ശകടാസുരനെ വധിച്ചു, തൃണാവർത്തനെ വധിച്ചു, അല്ലെ? അങ്ങനെ വന്ന് വത്സാസുരനെ, ബകാസുരനെ, അകാസുരനെ, പിന്നെ അങ്ങനെ ഓരോ വധങ്ങളും ഭഗവാൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ ധേനുകാസുരനെ പിന്നെ കാളിയനെ മാറ്റി വധിച്ചില്ല എങ്കിലും പിന്നെ നമ്മളവിടെ ഭഗവാന്റെ ലീലകൾ വായിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബ്രഹ്മവിമോഹന ലീല വത്സസ്തേൻ, അല്ലെ? അതെ, അങ്ങനെ എത്ര ലീലകളാണ് നമുക്ക്. അതുപോലെ അഗ്നിയെ വിഴുങ്ങുന്നത്, പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ വായിച്ച് ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ. പിന്നെ ബ്രാഹ്മണരുടെ ആഹാരം സ്വീകരിക്കുന്നതായിട്ടാണെങ്കിലും, അപ്പൊ പിന്നെ ഇന്ദ്രന് പ്രൗഢായിട്ട് വന്നപ്പോ ഇന്ദ്രന്റെ അപ്പത്തെ ശമിപ്പിക്കുന്നതാണെങ്കിലും, പിന്നെ അതുപോലെ നന്ദമഹാരാജാവിനെ വരുണൻ പിടിച്ചുകൊണ്ടു പോകുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതും ഒരു ലീലയായിട്ടുണ്ട്. അപ്പം അതുപോലെ ശംഖചൂടനിൽ നിന്ന് ശംഖ കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ ഓരോ ലീലകൾ ഇങ്ങനെ വായിച്ച് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. പക്ഷെ ഇവിടെ മോക്ഷം വേണമെന്ന് പറഞ്ഞാൽ മോക്ഷം വളരെ തുച്ഛമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോക്ഷത്തിനപ്പുറത്ത് നമുക്ക് എന്ത് വേണം? നമ്മള് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുകയാണ് വലുത്, അല്ലാതെ മോക്ഷമല്ല വലുത് എന്നിവിടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മോക്ഷം തുച്ഛമാണ്. ഭഗവാന്റെ ഓരോ കാര്യങ്ങളും കേട്ട് നമുക്ക് ഭഗവത് ലീലകൾ ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്യും? അതിനപ്പുറത്തേക്ക് നമുക്ക് എത്താൻ കഴിയും. മോക്ഷത്തെ 5 തരം മോക്ഷങ്ങളുണ്ട്. എന്തൊക്കെയാണ് 5 തരം മോക്ഷങ്ങൾ? എന്തൊക്കെയാണ്? ആർക്ക് പറയാം? സാരൂപ്യം, സാരോഗ്യം, ഈ 5 തരം മുക്തിയും താഴെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 5 തരം മുക്തികളുണ്ട്. എന്തൊക്കെയാ? നമ്മൾ എപ്പോഴും പറയുന്നത് നമുക്ക് എന്ത് വേണമെന്നാ പറയുന്നത്? സായുജ്യം കിട്ടണം, അല്ലേ? സായുജ്യം വേണമെന്ന് പറയും.
സായുജ്യമുണ്ട്, പിന്നെന്താണ് സാമീപ്യമുണ്ട്, സാരൂപ്യമുണ്ട്, സാലോക്യമുണ്ട്, സാഷ്ടിയുണ്ട്. അപ്പൊ ഈ 5 തരം മുക്തികൾ ഉണ്ടെങ്കിലും അതിനെ എല്ലാം കവച്ചു വെക്കുന്നു, അതിനൊക്കെ അപ്പുറത്ത്. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ അറിയാമെന്ന് ഞാൻ കരുതുകയാണ്. ഇത് പല പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഭക്തന്മാര് മാത്രം സായുജ്യത്തെ തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല? അവർക്ക് ഭക്തന്മാർക്ക് ബാക്കി 4 എണ്ണത്തിനെയാണ് അവര് താല്പര്യപ്പെടുന്നത്. അപ്പം സായുജ്യം എന്ന് പറയുമ്പോൾ ഭഗവാനിൽ ലയിച്ചു ചേരുകയാണ്. അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നേരത്തെ തന്നെ. എന്തുകൊണ്ട് സായുജ്യം ഭക്തന്മാര് ഒരു ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്ത അത് ഒരു ഭാവമായിട്ട് കരുതുന്നു എന്നുള്ളത്. പിന്നെ സാമീപ്യം എന്ന് പറയുമ്പോൾ ഭഗവാനോടൊപ്പം, എപ്പോഴും ഭഗവാനോടൊപ്പം കഴിയുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ, എല്ലാം അറിയാമല്ലോ. സാരൂപ്യം എന്ന് പറയുമ്പോൾ അതേ രൂപത്തിൽ കഴിയുക. സാലോക്യം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ആ ലോകത്തിൽ ഭഗവാനോടൊപ്പം കഴിയുക. സാഷ്ടി എന്ന് പറയുമ്പോൾ ഭഗവാൻ എന്തെല്ലാം ഭഗവാൻ ഉണ്ടോ അതെല്ലാം അതുപോലെ അതേ രീതിയിൽ പ്രകടമാക്കി കൊടുക്കുന്നതിനെയാണ് സാഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ മോക്ഷങ്ങളെല്ലാം തുച്ഛമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ മോക്ഷങ്ങൾ തുച്ഛമാണെങ്കിൽ നമ്മൾ പിന്നെ എന്താ ചെയ്യുക? മോക്ഷമാണ്, അത് തുച്ഛമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? ഭഗവത് കഥകളിൽ കർമ്മങ്ങളിൽ മോക്ഷം ഉൾപ്പെടുന്നു. അപ്പൊ അവരൊക്കെ പറയുന്നത് നിർവാണ വിളംബിതാനി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? അതിനപ്പുറത്തുള്ള കാര്യത്തിലേക്ക് നമ്മൾ പോകണമെന്ന് പറയുന്നു. പരിത്രാണം പ്രാപ്തമാക്കാൻ ഒരുവൻ കഠിനമായ തപസ്യ അല്ലെങ്കിൽ സന്യാസം എന്നിവയ്ക്ക് വിധേയമാകണം. എന്നാൽ കുമാരൻ ലഘൂകരിക്കുന്നതിനായി ഭഗവാൻ സ്വയം അവതരിച്ചു. അത്രയ്ക്കും കൃപാലുവാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അത്തരം കർമ്മങ്ങളെ കേവലം സ്മരിക്കുക മുഖേന മാത്രം നിർവ്വാണത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം തൃണവൽക്കരിച്ചിട്ട് ഭഗവാനുമായി സഹവസിക്കുവാൻ, ഭഗവാന്റെ അതീന്ദ്ര ധാമത്തിൽ എത്തിച്ചേരാനും നമുക്ക് കഴിയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് ഈ മോക്ഷത്തിന് അപ്പുറത്തൊന്നുണ്ട് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കിയെടുക്കുന്നു. അതിനു വേണ്ടി നമ്മൾ ഏതെല്ലാം രീതിയിൽ ഭഗവാനെ സമീപിക്കും, എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാമോ ആർക്കെങ്കിലും? മോക്ഷത്തിന് അപ്പുറത്തെത്താൻ ഏത് ഭാവങ്ങളൊക്കെ വേണം നമുക്ക്? ഈ 5 തരം മുക്തി ഞാനിപ്പോ പറഞ്ഞത് 5 താഴെയാണെന്ന് പറഞ്ഞു. അതിനപ്പുറത്തൊന്നുണ്ട്. എന്താണത്? എങ്ങനെ കിട്ടുന്നു എന്നും ഞാൻ പറഞ്ഞു. എങ്ങനെയാണ്? ഇപ്പോൾ അവിടെ തപസ് വേണ്ട, അവിടെ ആവശ്യമില്ലാത്ത ശാരീരികമായിട്ടുള്ള ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ എന്ത് മതി? ഭഗവാനെ കുറിച്ച് സ്മരിക്കുക, കേൾക്കുക, ലീലകൾ ഓർക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുക, ഭഗവാന് വേണ്ടി ഭക്തിയുത സേവനം ചെയ്യുക, എന്ത് ചെയ്യുന്നതും ഭഗവാന് വേണ്ടിയാക്കി മാറ്റുക. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഭഗവാന് വേണ്ടിയാക്കി മാറ്റുക. അതിനപ്പുറത്ത് എനിക്കൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഭഗവാന് വേണ്ടിയാക്കി മാറ്റുക. അപ്പം നമ്മള് ചൈതന്യ ചരിതാമൃതത്തിൽ രാമാനന്ദറായിയോടെ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലെ ഓരോ ഇതിനെ കുറിച്ച് പറയും. ഫിലോസഫിക്കലായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൂടുന്ന വിധത്തിൽ നിങ്ങൾ എല്ലാവരും കേട്ടതാണ് ആ കഥകളൊക്കെ. അപ്പൊ അവിടെ പറയും അതിനും അപ്പുറം അതുക്കും മേലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു വരുമ്പോഴും മഹാപ്രഭു പറയുന്നു അവിടെ നിർത്തണ്ട, അതുക്കും മേലെ. അടുത്ത പറയുമ്പോഴും പറയും അതുക്കും മേലെ. അങ്ങനെ ഓരോ രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു പോകുന്ന ഒരു സംസാരമുണ്ട് രാമാനന്ദറായിയുമായിട്ട്. അപ്പൊ അവിടെ എന്താണ് പറഞ്ഞു വരുമ്പം ഭഗവാന്റെ ഡിവോഷണൽ സർവീസ് രാധാറാണിയിൽ കൊണ്ട് എത്തിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പൊ അവിടെ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പൊ ഇതിന് എന്തൊക്കെ ആവശ്യമാണ്? നമുക്ക് ഏതെല്ലാം രസങ്ങൾ നമ്മളിൽ ഉണ്ടാകണം? ചിലര് ശാന്തരസത്തിൽ ഭഗവാനെ നോക്കും, ചിലര് ദാസ്യരസമായിരിക്കും, ചിലരെന്തായിരിക്കും? സഖ്യരസമായിരിക്കും, ചിലരുടെ വാത്സല്യരസമായിരിക്കും, ചിലരുടെ മാധുര്യ രസമായിരിക്കും. അപ്പൊ ഇതിൽ ഏറ്റവും ഹൈസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? മാധുര്യഭക്തി. മാധുര്യ രസമാണ്. പാസീവായിട്ട് നമ്മള് ഭഗവാനെ കാണുമ്പോൾ അവിടെ നമ്മള് ശാന്തരസത്തിലാണ്. പാസീവ് സ്റ്റേറ്റിൽ എന്ന് പറയുമ്പോൾ അതൊരു ന്യൂട്രാലിറ്റിയാണ്. ഭഗവാൻ ഉണ്ടെന്നറിയാം, പക്ഷേ ഭഗവാനെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കാതെ അങ്ങനെ പോകുന്നു. ആ ഒരു രീതിയിൽ ഭഗവാനുണ്ട്, ഭഗവാനെ കുറിച്ച് നല്ല വിശ്വാസവും ഉണ്ട് എന്നുള്ള രീതിയിൽ പോകുമ്പോൾ അതേതാണ്? ആ ഒരു രീതിയെയാണ് നമ്മള് ഏത് രസം എന്ന് പറയുന്നത്? ഭഗവാൻ ഉണ്ടെന്ന് മാത്രം അറിയാം. അപ്പൊ ആ രീതിക്ക് എന്ത് പറയും? ശാന്തരസം എന്ന് പറയും. ശാന്തരസം എന്ന് പറയും. പിന്നെ ആ ശാന്തരസത്തിൽ നിൽക്കുമ്പോഴേ
ആരെങ്കിലും നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകണം മറ്റു രസങ്ങളിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ആ ശാന്തരസം കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റിയെടുത്തിട്ട് ഭഗവാന് സേവ ചെയ്യണമെന്നുള്ള ഭാവത്തിൽ എത്തിച്ചേരുമ്പോഴാണ് നമ്മളെ ദാസ്യരസത്തില് എത്തുന്നത്. അപ്പം ദാസ്യരസത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. ആരാണ് ദാസ്യരസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള്? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാ. പിന്നെ ഇപ്പൊ ഹനുമാൻ സ്വാമി. അതെ അതെ. അപ്പൊ ഹനുമാൻ സ്വാമി ഏറ്റവും പ്രധാനമായിട്ട്. പിന്നെ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് അപ്പൊ ഈ ദാസ്യരസത്തിൽ വരുമ്പോൾ അവിടെ ശാന്തവുമുണ്ട് ദാസ്യവുമുണ്ട്. ഓരോ രസം മുന്നോട്ട് പോകുന്തോറും ഓരോന്ന് കൂടി വരികയാണ്. പിന്നെ അടുത്തത് സഖ്യരസത്തിലെത്തും. സഖ്യരസത്തിൽ വരുമ്പോഴേ സഖ്യരസത്തില് എങ്ങനെയാണ് ഭഗവാനെ കാണുന്നത്? അർജുനന്റെ ഫ്രണ്ടായിട്ട് കാണും അല്ലെ? ഒരു സഖാവായിട്ട് സഖ്യരസത്തിൽ ഫ്രണ്ട്ഷിപ്പിന് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പൊ ഫ്രണ്ടായിട്ട് കാണും. പിന്നീട് അപ്പൊ ഈ 3 ഭാവവും ആ സഖ്യരസത്തിൽ വരുമ്പോഴും ഉണ്ട്. അത് നഷ്ടപ്പെടുന്നില്ല. ഇത് 3ഉം വെച്ചുകൊണ്ടാണ് നമ്മളല്ല അവിടെ എത്തുന്നവര് സഖ്യരസത്തിൽ നിൽക്കുന്നത്. ഇനിയും നമുക്ക് എത്താൻ പറഞ്ഞാൽ അത്രയും വലിയ കാര്യം അല്ലേ? പിന്നെ അടുത്ത രസം എന്ന് പറയുന്നത് എന്താണ്? വാത്സല്യ രസമാണ്. വാത്സല്യ രസത്തിലോ അവിടെ ആരായിട്ടാ നിൽക്കുന്നത്? യശോദാമ്മ, കുറൂരമ്മ. പേരന്റെ ലഭക്ഷൻ അല്ലേ? ഞാന് പേരന്റാണ്, രക്ഷിതാവാണ്. ഞാൻ അവന് പൊട്ട് തൊട്ടി കൊടുത്തില്ലെങ്കിൽ അവന് പൊട്ട് ശരിയാവില്ല, അല്ലെങ്കിൽ ഞാൻ അവന് വിളമ്പി കൊടുത്തില്ലെങ്കിൽ അവൻ ആഹാരം കഴിക്കില്ല, ഞാൻ അവന് നെയ്യ് കൊടുത്തില്ലെങ്കിൽ അവൻ നെയ്യ് കഴിക്കില്ല, അല്ലെങ്കിൽ വെണ്ണ കഴിക്കില്ല. അങ്ങനെയുള്ള ആ ഭാവത്തോടു കൂടി അവനെല്ലാം തന്നെ ഞാനാണ്, അവനെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. ആ രീതിയിലുള്ള ഭാവത്തോടു കൂടി യശോദാമ്മയും നന്ദഗോപരും അവിടെ നിന്നിരുന്നു. അപ്പൊ ആ പേരന്റൽ അഫക്ഷനാണ് നമ്മൾ അവിടെ കാണുന്നത്. അവിടെയും ഉണ്ട് എന്താണ്? എപ്പോഴും ആ കുട്ടികളോടൊപ്പം ഒരു ഫ്രണ്ടിനെ പോലെ പെരുമാറുക, അതുപോലെ ഒരു കുളിപ്പിക്കുക, ഒരുക്കുക, ഒരു ദാസ്യഭാവത്തിലും ഉണ്ട്. അതുപോലെ ഭഗവാൻ ഉണ്ട് എന്നറിയാം, പക്ഷെ എന്റെ മോൻ ഭഗവാനാണെന്ന് ചിന്തിക്കുന്നില്ല. അങ്ങനെ ആ ഒരു വാത്സല്യരസം എന്റെ കുഞ്ഞെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ആരെല്ലാം ഭഗവാനാണെന്ന് കണ്ടാലും പറയാം അവനോ എന്നുള്ള രീതിയിലാണ്. അവൻ തീ വിഴുങ്ങി എന്ന് കൂട്ടുകാർ വന്നപ്പോ 2 പ്രാവശ്യം തീ വിഴുങ്ങി ഭഗവാൻ അല്ലേ വൃന്ദാവനത്തിൽ വെച്ച്. അപ്പോഴേ അത് എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു നിങ്ങൾക്ക് വട്ട. അത് ആ രീതിയിലുള്ള സംസാരമാണ്. നിങ്ങൾ എന്താണ് ഈ പറയുന്ന അവനോ എന്റെ കുഞ്ഞോ എന്ന രീതിയിലാണ് അവിടെ യശോദാമ്മ ചോദിക്കുന്നത്. അപ്പൊ യശോദാമ്മ ഓരോ രീതിയിലും ചരട് ജപിച്ച് കെട്ടുകയാണെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഓരോരുത്തരെയും വധിച്ചേച്ച് കൃഷ്ണൻ നിൽക്കുകയാണ്. അപ്പോഴും യശോദാമ്മ വിചാരിക്കുന്നത് എന്റെ കുഞ്ഞാണ്, എന്റെ കുഞ്ഞിന് എന്തോ ദോഷമുണ്ട്, അവനെ ഞാൻ സംരക്ഷിക്കണം എന്നുള്ള രീതിയിൽ ഓടിച്ചെന്ന് ബ്രാഹ്മണരെ കൊണ്ട് ജലം ജപിപ്പിച്ചുകൊണ്ട് ഗംഗാജലം കൊണ്ട് തളിപ്പിക്കുന്നു, ചരട് കൊണ്ട് ജപിച്ച് കെട്ടുന്നു എന്ന് വേണ്ട എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നു. അവിടെ വാത്സല്യം നുകരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തത് മാധുര്യ രസത്തിലേക്ക് പോകും. അവിടെ എന്താണുള്ളത്? പിന്നെ അവിടെ വേറെ ഒന്നും പറയാനില്ല. അവിടെ ഏറ്റവും വലിയ ഭാവം അവിടെ വന്നു കഴിഞ്ഞു. എനിക്ക് ആ ഭഗവാനിന്റെ അപ്പുറത്തോ ഒന്നും പറയാൻ അവിടെ പറ്റാത്ത ഒരു രീതി അവിടെ വന്നു കഴിയുമ്പോഴാണ് അവിടെ ആ കോഞ്ചികൾ ലവർ എന്ന ആ ഭാവത്തിൽ അവിടെ എത്തിച്ചേരുന്നത്. അപ്പൊ അതിലെ നമ്മള് ആ ഭാവങ്ങളെല്ലാം കടക്കാൻ ആ ഏതെങ്കിലും ഒരു ഭാവം സ്വീകരിച്ചുകൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കുമ്പോൾ, ഡിവോഷണൽ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു? മോക്ഷത്തിന് അപ്പുറത്തെ പാത തുറന്ന് ലഭിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭഗവാനുമായി സഹവസിക്കുവാൻ, ഭഗവാന്റെ അതീന്ദ്രധാമത്തിൽ എത്തിച്ചേരാൻ, അദ്ദേഹത്തിന്റെ പരമാനന്ദകരമായ പ്രേമയുത അതീന്ദ്ര സേവനത്തിൽ ശാശ്വതമായി നിരതനാകാനും ഒരാൾക്ക് കഴിയുന്നു. അപ്പൊ ഭഗവാനെ ആദ്യമായിട്ട് എന്താണ്? ഭഗവാൻ ന്യൂട്രാലിറ്റിയിൽ ഭഗവാനോട് ഫുൾ അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും. അവിടെ ശുകദേവ ഗോസ്വാമി ആദ്യം അങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ഏത് ഭാവത്തിലായിരുന്നു ആദ്യം ശുകദേവ ഗോസ്വാമി? ഭാവമാണ് ഏത് രസമായിരുന്നു? ശാന്തരസമായിരുന്നു അല്ലെ? ശാന്തരസമായിരുന്നു. അദ്ദേഹത്തിനെ ഭാവത്തിൽ പ്രേമയുത ഭാവനത്തിലേക്ക് കടന്നിട്ടില്ല എന്ന് കണ്ടുകൊണ്ട് വേദവ്യാസ മഹർഷി എന്ത് ചെയ്തു? കൂട്ടുകാരെ ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്നു. അദ്ദേഹം ജനിച്ചപ്പോ തന്നെ അദ്ദേഹം ഇറങ്ങി അങ്ങ് പോയില്ലേ? അതൊക്കെ നിങ്ങൾ പഠിച്ചെല്ലാം മറന്നുപോയോ? അപ്പൊ ഇറങ്ങി പോയില്ലേ? പോയി കഴിഞ്ഞപ്പോഴെന്ത് ചെയ്യുന്നു? ഇവരെ പറഞ്ഞു വിടുന്നു. ഏതൊക്കെ ശ്ലോകങ്ങളാണ് അവരെ പറയുന്നത്? ബർഹാപീഠം നടവരവപുക്കർണയോ കർണികാരം എല്ലാം മറന്നോ? അതുപോലെ പൂതനയ്ക്ക്
മോക്ഷം കൊടുത്ത ആ ഒരു ഭഗവാനോടല്ലാതെ വേറെ ആരാണ് ഇത്രയും കാരുണ്യപൂർണമായിട്ടുള്ളവൻ എന്ന് ചോദിക്കുന്ന ആ ശ്ലോകങ്ങളൊക്കെ പാടുമ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഭാവമോ ഭഗവാനെ എന്ന് തോന്നിച്ചിട്ടാണ് ആരാണ് ഇത് പറഞ്ഞു തന്നത്, എവിടെയാണ് ഇത് കിട്ടുന്നത് എന്നും പറഞ്ഞ് തിരിച്ചു വന്ന് പഠിച്ച് എന്താ വെച്ചാൽ അതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ശാന്തഭാവത്തിൽ നിന്ന് പിന്നീട് മാറുന്നത്. അതുപോലെ 4 കുമാരന്മാരെ എന്താണ് തുളസീദളങ്ങൾ, ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ച തുളസീദളങ്ങളുടെ സ്മരണ ഏറ്റുകൊണ്ട് അവർ മാറുന്നു. അതുപോലെ നവയോഗേന്ദ്രന്മാരെ 11ാം സ്കന്ധത്തിൽ നിങ്ങൾ പഠിക്കും. അപ്പൊ അവരൊക്കെയാണ് ശാന്തരസത്തിൽ നിന്ന് മാറിയത്, ഭഗവത് കഥകൾ കേട്ട് മാറിയത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതേക്കുറിച്ച് ഒരുപാട് പറയാനുള്ളതാണ്, അധികം പറഞ്ഞിട്ടും കാര്യമില്ല, ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ അങ്ങനെ ഭഗവാന്റെ കാര്യം സ്മരിച്ചുകൊണ്ട് നമ്മള് എന്തിലെത്തിച്ചേരാൻ നമുക്ക് ഈ ഒരു ഭാവത്തിലെ നിർവ്വാണ ഭാവത്തിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പൊ നിർവ്വാണമല്ല വലുത്, അതിനപ്പുറത്തുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് കൃഷ്ണാവബോധമാണ് അതിന് വേണ്ടത്. ഡിവോഷണൽ സർവീസ് നമുക്ക് വേണം, ഭഗവത് ചിന്തകൾ നമുക്ക് വേണം. ഇതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ കൂടി കാണുന്നത്. ശ്ലോകം വായിച്ചോളൂ. യത്വാംബതേ ഭൂരിഭാരാപതാര കൃതാവതാരസ്യ ഹരേ ദരിദ്രി അന്തർഹിതസ്യ സ്മരതി വിശിഷ്ട കർമാണി നിർപ്പാണ വിളംബിതാനി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആദ്യത്തെ ലൈനിലെ ഭൂരിഭരാവതരസ്യ എന്നാണ് കേട്ടോ. ഭൂരിഭര എന്നുള്ളതാണ് ഭാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചൊല്ലട്ടെ മാതാജി? ഓക്കെ. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 23. യദ്വാംബതേ ഭൂരിഭരാവതാരാ കൃതാവതാരസ്യ ഹരേർദരിത്രീ അന്തർഹിതസ്യ സ്മരതി വിശിഷ്ട കർമാണി നിർവാണ വിളംബിതാനി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ. അടുത്ത ശ്ലോകം. ഇദം മമാചക്ഷതമാധിമൂലം വസുന്ധരേയേന വികർഷിതാനി കാലേന വാദേ ബലിനാം ബലീയസ സുരാർച്ചിതം കിം ഹൃതമംബ സൗഭഗം. ഇദം മമാചക്ഷതമാധിമൂലം വസുന്ധരേയേന വികർഷിതാനി കാലേന വാദേ ബലിനാം ബലീയസ സുരാർച്ചിതം കിം ഹൃതമംബ സൗഭഗം. ഇദം വേർഡ്സ് സ്പ്ലിറ്റ് ചെയ്തോളൂ. ഇദം മമ ആചക്ഷ്വ. മമാചക്ഷ്വ എന്ന് പറഞ്ഞാൽ മമ ആചക്ഷ്വ. തവ ആധിമൂലം, തവ അങ്ങയുടെ തവ ആധിമൂലം വസുന്ധരേ ഏന വികർഷിതാനി. വസുന്ധരെ ഭൂമിയെ വിളിക്കുന്ന പേര് വസുന്ധരേ, ഹേ സർവൈശ്വര്യങ്ങളുടെയും സമ്പന്നയായിരിക്കുന്ന ഭൂമി. ഏന എന്ന് പറഞ്ഞാൽ ഏതാൽ, വികർഷിത വികർഷിതാനി എന്ന് പറഞ്ഞാൽ വികർഷിത, പിന്നെന്താണ് വികർഷിത അസി, വികർഷിത അസി. കാലേന ബാ തേ ബലിന ബലിയസ സുരാർച്ചിതം സുര അർച്ചിതം കിം ഹൃദം അംബ സൗഭഗം. ഇതം എന്ന് പറഞ്ഞാൽ ഇത്, മമ എന്ന് പറഞ്ഞാൽ എന്നെ, ആചക്ഷുവ, ആചക്ഷ മീൻസ് അറിയിക്കുക, എന്നോട് പറയുക, തവ അങ്ങയുടെ, ആധിമൂലം അവിടുത്തെ ക്ലേശങ്ങളുടെ കാരണം, വസുന്ധരേ ഭൂമി എന്നുള്ള വിളിയാണ്. സർവ്വ ഐശ്വര്യവും ഭൂമിയിലുള്ളത് കൊണ്ടാണ് വസുന്ധര എന്ന് പറയുന്നത്. ഏന എന്ന് പറഞ്ഞാൽ ഏതിനാലാണോ, ഏതുകൊണ്ടാണോ. വികർഷിത, വികർഷിത മീൻസ് വികർഷിതാസി എന്ന് വെച്ചാൽ അങ്ങിപ്പം ദുർബലയായി കാണപ്പെടുന്നു, അങ്ങേക്കൊരു ധൈര്യമില്ല, അങ്ങയുടെ മുഖത്തൊരു ആനന്ദമില്ല, അത്യന്തം ദുർബലമായി അങ്ങയെ കാണുന്നു. കാലേന, കാലത്തിന്റെ സ്വാധീനം കൊണ്ട്, കാലേന കാലത്താൽ, പിന്നെയോ കാലേന ബാ, ബാ എന്ന് പറഞ്ഞാൽ ഓർ എന്നുള്ള അർത്ഥം. തേ അങ്ങയുടെ, ബലിന അതിശക്തനായ, ബലിന ബലിയസ, ബലിന എന്ന് പറയുമ്പോൾ അതിശക്തമായിട്ടുള്ളത്, ബലിയസ എന്ന് പറയുമ്പം വളരെ ശക്തിമാനായിട്ടുള്ളത്. സുരാർച്ചിതം സുരന്മാരാൽ പൂജിക്കപ്പെടുന്നു. കിം അതോ, കിം ഹൃതമംബ സൗഭഗം, ഹൃദം എടുത്തു കളഞ്ഞു. അംബ, അംബ മാൻസ് അമ്മ, സൗഭഗം ഭാഗ്യം, വിവർത്തനം.
ഭൂമിയുടെ മാതാവേ, ഭൂമാതാവേ എന്ന് വിളിക്കുകയാണ്. അമ്മേ വസുന്ധരേ എന്ന് വിളിക്കുകയാണ്. വസുന്ധരേ, താങ്കൾ സർവ ഐശ്വര്യങ്ങളുടെയും നിറകുടമാണ്. അമ്മയുടെ ഈ അവസ്ഥ, ഇതിന് കാരണം, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ ക്ലേശങ്ങളുടെയും മൂല കാരണം എന്തെന്ന് എന്നെ അറിയിച്ചാലും അതിശക്തന്മാരെ പോലും കീഴ്പ്പെടുത്തുന്ന അത്യന്തം ശക്തിമത്തായ കാലത്തിന് എത്ര പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ്. ഭൂമിദേവിയുടെ സർവ്വ ഐശ്വര്യങ്ങളും ബലാത്കാരമായി അപഹരിച്ചു കൊണ്ടുപോയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം കാലത്തിന്റെ ഗതിയിൽപ്പെട്ട് ഭൂമിയുടെ ഐശ്വര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയോ എന്ന് അദ്ദേഹം എന്ത് ചെയ്യാണ്? ആ ധർമ്മ രാജാവ് സംശയിക്കുന്നതായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ധർമ്മതത്വങ്ങൾ, ഭൂമി എന്ന് പറഞ്ഞാൽ സർവ്വതുമുള്ളത് ഭൂമിയിലാണ്. എല്ലാം ആ ഭൗതികതയിലുള്ള എല്ലാത്തിനെയും നിറച്ചു വെച്ചിരിക്കുകയാണ് ഭൂമിയിൽ. അപ്പം നമ്മളെ ഭാഗവതത്തിൽ വേന മഹാരാജാവിന്റെ കഥകളെ കുറിച്ച് നിങ്ങൾ പഠിക്കും. വേനൻ, അപ്പം ഭൂമിയിൽ അധർമ്മം നിറഞ്ഞു കഴിഞ്ഞ ഈ വേനൻ ഒരു രാജാവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആ രാജാവിന്റെ യാതൊരു ക്വാളിറ്റീസും ഉണ്ടായില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഭൂമിയിൽ എല്ലാവരെയും, ബ്രാഹ്മണരെ എല്ലാം ഉപദ്രവിക്കുക, ഭൂമിയിലുള്ള സമ്പത്തെല്ലാം കൈയടക്കി വേണ്ട രീതിയിൽ നോക്കാതിരിക്കുക, ഭൂമിയെ വളരെ മോശമായി ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലെ ബ്രാഹ്മണർക്ക് സഹി കെട്ടപ്പോഴേ ഒരു രീതിയിലും ഇയാളെ രാജാവാക്കി വെച്ചേക്കാൻ പറ്റത്തില്ല എന്ന അവസരം വന്നപ്പം വേനനെ വധിക്കുകയാണ് ചെയ്യുന്ന. അക്കാലഘട്ടത്തിലെ മന്ത്രതന്ത്രങ്ങളാൽ വധിക്കാനുള്ള ഒരു കഴിവ് അന്നത്തെ ബ്രാഹ്മണർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വധിക്കുകയും പിന്നീട് ആ ശരീരം സൂക്ഷിച്ചു വെച്ചിരിക്കുകയും പിന്നീട് രാജാവില്ലാതെ വന്ന് കാലഘട്ടം അങ്ങ് വളരെ നിഷ്ഠൂരമായി മാറി. ഇപ്പം രാജാവ് ഉള്ളപ്പോ ഈ പ്രശ്നം, രാജാവില്ലാതെ വന്നപ്പോ എന്ത് സംഭവിച്ചു? രാജാവിന് മറ്റുള്ള എല്ലാവരും, കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ എല്ലാവരും കയറി അങ്ങോട്ട് ഭരിക്കാൻ തുടങ്ങി. അപ്പൊ ഭൂമിയിൽ അതിനേക്കാൾ അരാജകത്വമായി. അപ്പൊ എന്ത് ചെയ്തു? അവിടെ ബ്രാഹ്മണർ വിചാരിച്ച് എന്താണ് ഞങ്ങൾ ചെയ്യുക? അന്ന് ബ്രാഹ്മണരുടെ കയ്യിലാണ് സർവ്വധർമ്മങ്ങളും ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ ശരീരം അദ്ദേഹത്തിന്റെ അമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ എന്ത് ചെയ്യണം? ഖബർന്നെടുത്തിട്ട് ആ ശരീരത്തെ എന്ത് ചെയ്യണം? ഇങ്ങനെ നമ്മൾ ഈ തടി അറക്കുന്നത് പോലെ ആ ശരീരത്തിൽ നിന്ന് അധർമ്മത്തെ എല്ലാം മാറ്റിയിട്ട് ധർമ്മത്തെ എടുക്കണം എന്നുള്ള ഒരു തത്വം അവരില് ഇതിലുണ്ടായിരുന്നു. അങ്ങനെ ആ ധർമ്മത്തെ, അദ്ദേഹത്തെ കടഞ്ഞെടുത്തിട്ട് ആദ്യം അദ്ദേഹത്തിന്റെ ഏറ്റവും മോശമായ അവസ്ഥയെല്ലാം കടഞ്ഞു മാറ്റിയതിന് ശേഷം, എന്ന് വെച്ചാൽ എന്താണ് നൈഷാദന്മാരുണ്ടായി എന്നും അത് നിങ്ങൾ പഠിക്കും, പല കാര്യങ്ങൾ നമ്മളവിടെ കാണുന്നുണ്ട്. അതിനുശേഷം പൃഥു എന്ന് പറയുന്ന പൃഥു മഹാരാജാവ് കിട്ടുന്നു. ആ പൃഥു മഹാരാജാവാണ് ഭൂമിയിലുള്ള ഈ സർവ്വ ഐശ്വര്യങ്ങളെയും പ്രകടമാക്കുന്നത്. പിന്നീട് ഭൂമി ഇതിനെയെല്ലാം ഒളിപ്പിച്ചു വെച്ചു എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അധർമ്മം കൂടിക്കഴിഞ്ഞപ്പോൾ ഭൂമിയിലെ സർവ്വസസ്യലതാദികളെയും സർവ്വസമ്പൽ സമൃദ്ധിയെയും ഭൂമി അതുപോലെ ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ ഒളിപ്പിച്ചു വെച്ചപ്പോൾ അദ്ദേഹം ഓരോന്നായി ഭൂമിയിൽ നിന്ന് കവർന്നെടുത്തു എന്നാണ് പറയുന്നത്. പിന്നീട് ഭൂമിയോട് ആവശ്യപ്പെടുന്നു, ഓരോന്നായി ഭൂമി കൊടുക്കാതിരുന്നപ്പോ ഭൂമിയോട് പറയുന്നു. ആരാണ് പൃഥു മഹാരാജാവ് എന്ന് പറഞ്ഞാൽ? ഭഗവാൻ തന്നെയാണ് പൃഥു മഹാരാജാവായിട്ട് വരുന്നത്. അദ്ദേഹം ഇതിനെയെല്ലാം ഭൂമിയിൽ നിന്ന് കവർന്നെടുത്തിട്ട് സാധാരണ ജനങ്ങൾക്ക് സാധ്യമാക്കി കൊടുത്തു. അപ്രകാരം എല്ലാം ഭൂമിയിലുണ്ട്, സർവ്വതിനെയും ഭൂമിയിൽ കൊടുത്താണ്. എന്ന് വെച്ചാൽ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സർവ്വതിനെയും കൊടുത്തിട്ടാണ് നമുക്ക് വിസർഗം നടത്തുന്നത്. എന്താണ് ഈ വിസർഗം എന്ന് പറഞ്ഞാൽ? എന്താണ് വിസർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും പറയും? സൃഷ്ടി നടത്തുന്നതിനല്ലേ? ഏത് സൃഷ്ടി? എന്തൊക്കെയാണ് സൃഷ്ടിക്ക്? രണ്ട് മാർഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? സർഗം, വിസർഗം. സർഗവും വിസർഗവും. സർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാൻ നടത്തിയ സൃഷ്ടി, ആദ്യത്തെ സൃഷ്ടി. കാരണോദകശായി വിഷ്ണു ഉണ്ടാക്കിയ 26 മൂലകങ്ങൾ കൊണ്ട് അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരുന്ന എന്താണ് പ്രധാന എന്നും നമ്മൾ അതിനെക്കുറിച്ച് പല രീതിയിൽ പറയും അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? സൃഷ്ടി നടത്തി ആരുണ്ടായി? ആദ്യത്തെ സൃഷ്ടി ആരാണ്? ബ്രഹ്മദേവൻ. ബ്രഹ്മദേവൻ. പിന്നീട് ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? സർവ സൃഷ്ടികളെയും ബ്രഹ്മദേവൻ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിലെ
പല ആൾക്കാർ കൊണ്ട്, എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ കൊണ്ട്, ദക്ഷിണയെ കൊണ്ടും പ്രജാപതിമാരെ കൊണ്ടും സൃഷ്ടി നടത്തി. അപ്പൊ ആ സൃഷ്ടി നടത്തിയപ്പോഴേ ഭൂമിയിൽ ഉണ്ടാക്കിയ സർവ്വകാര്യങ്ങളും ഭൂമിയിൽ ഉണ്ട്. ജീവജാലങ്ങൾക്ക് ആവശ്യം, മനുഷ്യർക്ക് മാത്രമല്ല, ജീവജാലങ്ങൾക്ക് ആവശ്യമായ സർവ്വകാര്യങ്ങളെയും ഭൂമിയിൽ കൊടുത്തിരുന്നു. അങ്ങനെയാണ് ഈ ലോകം, ഈ പരിപൂർണമാണ്, ഭൂമിയിലെല്ലാം ഉണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, നിമിഷ നേരം കൊണ്ട് എല്ലാത്തിനെയും ഇല്ലാതാക്കാനും കഴിയുന്നതാണ് ഭഗവാൻ വിചാരിച്ചാൽ എന്നുള്ള ഋതു മഹാരാജാവ് പറഞ്ഞിരുന്നു അത്. അപ്പം എന്തിനേയും ഇല്ലാതാക്കാനും കഴിയും. നമുക്ക് ആരാണ് പറയുന്നത്? ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ടല്ലേ, കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭഗവാൻ 2-4 ദിനം കൊണ്ടൊരുവനെ തണ്ടിലേറ്റുന്നതും ഭഗവാൻ തന്നെയാണെന്ന് പറയുന്നത് പോലെ. അപ്പൊ ഭഗവാനെ നമ്മൾക്ക് വിശ്വാസമില്ലാതെ വരുമ്പോൾ, ഭഗവാനിലുള്ള ആ താല്പര്യമില്ലാതെ വരുമ്പോൾ ഈ സൃഷ്ടിയുടെ ഇതങ്ങ് മാറുകയാണ്. സൃഷ്ടിയുടെ പ്രാധാന്യം മാറുകയാണ്. അപ്പൊ ഭഗവാൻ ഈ ഭൂലോകത്തിൽ വരുന്ന സർവ്വ ഐശ്വര്യങ്ങളെയും സത്യമാക്കിയിട്ടുണ്ട് ഭൂമിയില്. ഈ ഭൂലോകത്തിൽ ഭഗവാൻ അവതരിക്കുമ്പോൾ സ്വർലോക ദേവന്മാർ പോലും പൂർണ്ണ സ്നിഗ്ധതയോടെ ആരാധിക്കുന്ന തരത്തിൽ സമ്പൂർണ്ണ ഭുവനവും സമഗ്ര സമ്പത്തുക്കളോടെയും സർവ്വവിധ ഐശ്വര്യങ്ങളോടെയും അതിസമൃദ്ധമായിരുന്നു. അപ്പം ഭഗവാൻ ഇവിടെ വരുമ്പോൾ ഭൂമി അതിൻ്റെതായ എല്ലാവിധ ഭാവങ്ങളോടുകൂടി ഭഗവാനെ എതിരേൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ ഇവിടെ ഭഗവാന്റെ ഇച്ഛാനുസരണം വേണമെങ്കിൽ ഭഗവാൻ ഇതെല്ലാം നശിപ്പിക്കാനും കഴിയും, വേണമെങ്കിൽ ഇത് കൂട്ടിക്കൊടുക്കാനും കഴിയും. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഭഗവാനെ നമ്മൾ ദാസദാസന്മാരാണ് എന്ന് കാണുമ്പോൾ ഭഗവാൻ സന്തോഷമാകുകയും ഭഗവാൻ എല്ലാം ഭൂമിയിലെല്ലാം പ്രകടമാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഭഗവാൻ അത് വെച്ചാൽ ഭഗവാനായിട്ട് തന്നെ എന്താണ്, വേനൻ പോയി കഴിഞ്ഞപ്പോ പൃഥു മഹാരാജ ഭഗവാൻ തന്നെയാണ് പൃഥു മഹാരാജാവായിട്ട് അവതാരം എടുത്ത് ഇവിടെ വരുന്നത്, ഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഏതെല്ലാം രീതിയിൽ നമ്മളെ ആരാധനയിൽ വളരെ സ്നിഗ്ധതയോടുകൂടിയാണ് നമ്മുടെ ആരാധനയെങ്കിൽ നമ്മൾ സമ്പൂർണ്ണ ഭുവനത്തെയും നമ്മുടെ ഈ ഭുവനത്തെ എല്ലാം വളരെയധികം എല്ലാ സമ്പത്തുകളോടെയും സർവ്വ ഐശ്വര്യങ്ങളോടെയും അതിസമൃദ്ധമാക്കി നിലനിർത്തുകയും ചെയ്യും. അതല്ല അധർമ്മമാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്ന് കാണുമ്പോൾ ആ ഓരോരോ ഐശ്വര്യങ്ങളും ഇവിടെ നിന്ന് ഇല്ലാതെ വരും എന്നുള്ളതാണ്. നമ്മൾ 4 യുഗങ്ങളെ കുറിച്ച് പഠിച്ചു. 4 യുഗങ്ങളിൽ എന്തെല്ലാമാണ് ഉണ്ടായിരുന്നതെന്ന് ആരാണ് പറയുക? ഹരേ കൃഷ്ണ. ഞാൻ 4 യുഗങ്ങളിൽ ഓരോ യുഗത്തിലും ഓരോന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെയാണ്? സത്യയുഗത്തിൽ എന്താണ്? ഉണ്ടായിരുന്നു. സത്യം, ധർമ്മം, ദയ. വേറെ ആരെങ്കിലും കൂടി വരൂ? ആരും പറയുന്നു. സത്യം, രണ്ടാമത്തെ പാദം ദയ, അല്ലേ? 3 എന്താണ്? ധർമ്മം. ധർമ്മം എല്ലാം ധർമ്മത്തിൽ തന്നെ വരും. സത്യമുണ്ടായിരുന്നു, ദയ ഉണ്ടായിരുന്നു, പിന്നെ തപസ്സുണ്ടായിരുന്നു, ദാനമുണ്ടായിരുന്നു, ശൗചമുണ്ടായിരുന്നു, അല്ലേ? അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു 4 പ്രധാനമായിട്ട് പറയുന്നേ സത്യം, ദയ, തപസ്, ശൗചം. ഇത് 4 സത്യയുഗത്തിൽ ഉണ്ടായിരുന്നു. ഏത് കുറഞ്ഞു ത്രേതായുഗത്തിൽ വന്നപ്പോഴത്തേക്ക്? ശൗചം കുറഞ്ഞു. ശൗചം കുറഞ്ഞു, അല്ലെ? അവിടെ ശൗചം കുറഞ്ഞു. ദ്വാപരയുഗത്തിൽ വന്നപ്പോഴേ എന്ത് കുറഞ്ഞു? പിന്നെയും കുറഞ്ഞു, അല്ലെ? തപസ് കുറഞ്ഞു. തപസ് കുറഞ്ഞു. കലിയുഗത്തിൽ വന്നപ്പോ പിന്നെ ഒറ്റക്കാലിലായി, അല്ലെ? അപ്പൊ അവിടെ പിന്നെ ഇത് വന്നു. ആ ഒരു ഒറ്റക്കാലിൽ നിൽക്കുക നമ്മളിപ്പോൾ നമ്മുടെ ഈ കലിയുഗത്തിലെ. എന്താണ് ആ കാല്? അല്പാൽപമായിട്ട് സത്യം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പം ധർമ്മതത്വം അനുസരിച്ച് ഓരോന്നിങ്ങനെ കുറഞ്ഞു വന്നു. കലിയുഗത്തിൽ എത്ര വർഷമുണ്ട്? 4,23,000. 4,33,000. 4,32,000 വർഷം. 4,32,000 വർഷമാണ് കലിയുഗത്തിലുള്ളത്. കലിയുഗത്തിന് 4,32,000 വർഷമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏത് യുഗത്തിലേക്ക് നമ്മൾ പോകുമെന്നാണ് പറയുന്നത്? ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കലിയുഗത്തിലാണ്, അല്ലെ? പിന്നെ സത്യയുഗത്തിലേക്ക്. അപ്പൊ നമ്മൾ ഇതിന്റെ വർഷം കണ്ടുപിടിക്കാൻ എളുപ്പം എന്താണെന്ന് അറിയാമോ? ഈ 4,32,000 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ നമുക്ക് ഏത് യുഗം കിട്ടും? കലിയുഗം കഴിഞ്ഞ് മുമ്പുള്ള ദ്വാപര യുഗം കിട്ടും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ
അപ്പൊ നമുക്ക് 4:32 അപ്പൊ എത്രയായി? 8:64 അല്ലെ? 8,64,000 വർഷം എവിടെ നമുക്ക് ദ്വാപരയുഗത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും. അന്ന് ആൾക്കാർക്ക് ഓരോരുത്തർ ദ്വാപരയുഗത്തില്. പിന്നെ ത്രേതായുഗമാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട്. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 12,96,000 വർഷം അവിടെ വരും. സത്യയുഗമാകുമ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട്. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 17,28,000 വർഷം കലിയുഗത്തിൽ, സത്യയുഗത്തിലെ ഉണ്ട്. അപ്പൊ ഈ 4 യുഗങ്ങളെ, അപ്പൊ ഓരോ യുഗത്തിലും ഓരോന്നോരോന്ന് നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്ന ഭുവനം സർവൈശ്വര്യങ്ങളാൽ സജ്ജമായിരുന്നു. ഭഗവാൻ ലോകത്തിൽ അവതരിക്കുമ്പോൾ ഇവിടെ എല്ലാം സമ്പൂർണ്ണ ഭുവനവും വളരെ ഐശ്വര്യത്തോടുകൂടി കാണുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? നേയം ശോഭിഷ്യതേതത്ര യഥേദാനീം ഗദാധര എന്ന് വിളിച്ച് പറയുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. ഭഗവാൻ സ്വതന്ത്രനാണ്. അതുപോലെ ആരും ഭഗവാനെ പോലെ പര്യാപ്തനാണ്, സ്വതന്ത്രനാണ്, ഒന്നൊന്നും കരുതണ്ട എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരസ്തിത്വത്തെ നശിപ്പിക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് കഴിയുകയില്ല. പക്ഷെ ഭഗവാൻ ഇതെല്ലാം കഴിയും എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്, അല്ലെ? അപ്പം ആ ഒരു ഇത് നമ്മൾ പല എക്സാമ്പിൾസും നമുക്കറിയാം. ഇപ്പൊ രാമായണം വായിച്ചു തീർന്നതേ ഉള്ളൂ. ശ്രീരാമചന്ദ്രൻ എന്താണ് സമുദ്രത്തെ വരുണനെ ആരാധിച്ചിട്ട് വരുണൻ പ്രത്യക്ഷപ്പെടാതിരുന്നപ്പം ഭഗവാൻ ദേഷ്യപ്പെട്ടു. എന്റെ ബലിമുഖത്തെ, എന്റെ കഴിവ് നിനക്ക് കാണണോ എന്ന് ചോദിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കണ്ടു വായിച്ചു, അല്ലെ? അപ്പൊ അതുപോലെ ഓരോ ഭഗവാന്റെ ശക്തി എന്തേ എന്നുള്ളത് ഭഗവാൻ എപ്പോഴും ഒന്നും കാണിച്ചു തരത്തില്ല. ഭഗവാൻ വളരെയധികം, കാരണം എന്താണ്? ഭഗവാന്റെ മക്കളോട് ഭഗവാൻ വളരെയധികം കാരുണ്യമുള്ളവനായതുകൊണ്ട് ഭഗവാൻ അത് പ്രകടമാക്കാതെ ഇരുന്നു കൊണ്ട് നമ്മളെ സംരക്ഷിക്കുകയാണ്. നമ്മളെ എങ്ങനെയെങ്കിലും നമ്മൾ തിരിച്ചു ചെല്ലണം. ഇതാണ് ഭഗവാന്റെ ആഗ്രഹം എന്നുള്ളത്. അപ്പൊ ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. അപ്പം ഇത് ഭൂമി ഇത്രയും ചോദിച്ചു കഴിഞ്ഞപ്പോ ഭൂമി മറുപടി പറയുകയാണ്. ധരണ്യുവാച ഭഗവാൻ ഹി വേദ തൽസർവം യന്മാന്തർമാനുപൃച്ഛസി ചതുർഭിർവത്സതേന പാദൈർലോകസുഖാവഹൈഃ. ഭവാൻ ഹി വേദ തത്സർവം യന്മാൻ ധർമാനുപൃച്ഛസി ചതുർഭിർവത്സതേന പാദൈർലോകസുഖാവഹൈഃ. സുഖാവഹൈഃ ചതുർഭിർവത്സേ യേന വർത്തസേയേന പാദൈ ലോക സുഖാവഹൈഹി. അപ്പൊ ധരണി ഉവാച, ഭൂമിദേവി പറഞ്ഞു, ഭവാൻ അങ്ങ്, ഭവാൻ തന്നെ, ഹി തീർച്ചയായും. ഓക്കെ, ഇതിലധികവും മലയാളം വാക്കുകളേ ഉള്ളൂ, പ്രയാസമുള്ള ഒന്നുമില്ല. ഹി തീർച്ചയായും. വേദ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ്. വേദ നമ്മുടെ പ്രാമാണിക ഗ്രന്ഥം എന്താ? ഈ സനാതന ധർമ്മത്തിലെ പ്രാമാണിക ഗ്രന്ഥം ഏതാണ്? എന്തിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകേണ്ടത്? ഏതാണ്? വേദങ്ങളാണ് പ്രാമാണിക ഗ്രന്ഥം. വേദങ്ങൾ എന്തിനു വേണ്ടിയാണ് ഭഗവാൻ തന്നത്? ഭഗവാന്റെ മുഖത്ത് നിന്നാണ് വേദങ്ങൾ വന്നത് എന്ന് പറയുന്നു. ഭഗവാന്റെ ഓടക്കുടലിൽ നിന്ന് വരുന്ന നാദങ്ങൾ വേദ തത്വങ്ങളെ ഉദ്ഘോഷിക്കുന്നതാണ്. അല്ലാതെ സമ്പത്തൊന്നും ഊതിക്കളയുകയല്ല. ഭഗവാൻ എന്ത് ചെയ്യാണ്? വേദ തത്വങ്ങളാണ് അതിൽ കൂടി നമുക്ക് ഭഗവാന്റെ ഓടക്കുടലിന്റെ നാദം എന്നാണ് പറയുക. ഭഗവാന്റെ മുഖത്ത് നിന്നാണ് ഈ വേദങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ വേദ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അറിവ് എന്നുള്ളത്, അറിയുക എന്ന് പറഞ്ഞത്. സത്സർവം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങ് എന്നോട് ചോദിച്ച എല്ലാം. യത് എന്ന് പറഞ്ഞാൽ അത്, മാം എന്നിൽ നിന്നും, എന്മാം എന്ന് പറഞ്ഞാൽ എത്തെ പ്ലസ് മാം ആണ് എന്മാം. ധർമാനുപൃച്ഛസി, ധർമ്മ അനുപൃച്ഛസി എന്ന് 2 വാക്കാത്. ധർമ്മ മീൻസ് ധർമ്മത്തിന്റെ വ്യക്തി, ധർമ്മം നിറഞ്ഞു നിൽക്കുന്ന നിറകുടമേ, ധർമ്മത്തിന്റെ നിറകുടമേ എന്നുള്ള അർത്ഥമാണ്. ധർമ്മരാജാവേ എന്ന് പറഞ്ഞുകൊണ്ടാ പറയുന്നത്. ധർമ്മരാജാവാണല്ലോ അവരോട് ഇതെല്ലാം ചോദിച്ചത്. അപ്പൊ അത് പറയാം. അനുപൃച്ഛസി, അങ്ങ് ഓരോരോ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. ചതുർഭി, ചതുർ എന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയാം 4.
പിന്നെന്താണ് വർത്തസേ. വർത്തസേ എന്ന് പറഞ്ഞാൽ അങ്ങ് ഇവിടെ നിൽക്കുന്നു, അങ്ങ് സ്ഥിതി ചെയ്യുന്നു. ഏന ഏത് പാദൈഹി എന്ന് വെച്ചാൽ പാദൈഹി എന്ന് വെച്ചാൽ പാദങ്ങളാൽ, കാലുകളാൽ, ലോക ഓരോ ലോകത്തിലും സുഖ ആവഹൈഹി ആനന്ദം വർദ്ധിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ശ്ലോകത്തെ പറയുകയാണ്, പശുവിന്റെ രൂപത്തിലുള്ളതാണ് ഭൂമിദേവി അവിടെ നിൽക്കുന്നത്, കാളയുടെ രൂപത്തിലാണ് യമരാജാവ് നിൽക്കുന്നത്. അപ്പൊ അവര് പരസ്പരം സംസാരിക്കുക. അവരോട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ആ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറയുകയാണ്. അല്ലയോ ധർമ്മരാജാവേ, അങ്ങ് എന്നോട് ഈ ചോദിച്ചതെല്ലാം അങ്ങേക്ക് അറിയുന്നതല്ലേ? എങ്കിലും ഞാൻ അതിനൊക്കെ ഉത്തരം പറയാൻ നോക്കാം. ഒരിക്കൽ അങ്ങും നാലുകാലിൽ നിൽക്കുകയും ഭഗവത് കൃപയാൽ ലോകം മുഴുവൻ ആനന്ദം വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നില്ലേ? ധർമ്മത്തിന് വന്ന മാറ്റത്തെ കുറിച്ചാണ് അവരവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം പശുവിന്റെ രൂപത്തിലുള്ള ഭൂമിദേവി കാളയുടെ രൂപത്തിലുള്ള യമരാജാവിനോട് പ്രതിവചിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 25. ധരണ്യുവാച ഭവാൻ ഹി വേദ തൽസർവം യന്മാം ധർമാനുപൃച്ഛസി ചതുർഭിർവർത്തേസേന പാദൈർലോക സുഖാവഹൈ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പം ഭഗവാൻ ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ് ധർമാനുശാസനങ്ങളെല്ലാം. അതിനെ നടത്തിക്കൊണ്ടുപോകുന്നത് ധർമ്മരാജാവാണ്. ഈ സത്യയുഗത്തിൽ ആ തത്വങ്ങളൊക്കെ എല്ലാം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആ 4 പ്രവർത്തനക്ഷമത്തിൽ ഉണ്ടായിരുന്നു. ത്രേതായുഗത്തിൽ 4-3 കുറഞ്ഞു, ദ്വാപരയുഗത്തിൽ പകുതിയായി, കലിയുഗത്തിൽ 4-1. അങ്ങനെ ക്രമേണ അവ പൂജ്യമായി തീരുമ്പോൾ, അവ ഒട്ടുമില്ലാതായി തീരുന്ന അവസരത്തില് സമ്പൂർണമായുള്ള നാശം, പ്രളയം സംഭവിക്കുകയും അവിടെ എല്ലാം തിരിച്ച് ഭഗവാനിലേക്ക് ചെന്നെത്തുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാനിൽ നിന്ന് തന്നെ ഇതെല്ലാം ഇവിടേക്ക് വന്നു, ഇല്ലേ? ഏത് പേരാണ് നമ്മൾ പറയുന്നത്? പ്രധാനി എന്ന് പറയും, പിന്നെന്ത് പറയും? പ്രകൃതി എന്ന് പറയും, മഹത്തത്വം എന്ന് പറയും. 3 പേരിലാണ്, അല്ലെ? അപ്പം പ്രധാന, പ്രകൃതി, മഹത്തത്വം എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങളിൽ കൂടി ഈ പ്രപഞ്ചം ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ധർമ്മതത്വങ്ങൾ കുറഞ്ഞു വന്നിട്ട് അവസാനം അവിടെ ഒന്നുമില്ലാതെ സമ്പൂർണമായ നാശം ഉണ്ടാവുകയും ചെയ്യും. ഒറ്റയ്ക്കും കൂട്ടായുമുള്ള ധർമ്മശാസനങ്ങളുടെ പരിപാലനത്തിന് അഥവാ നിർവഹണത്തിന് ആനുപാതികമായി ലോകത്തിൽ സന്തോഷം നിലനിൽക്കുന്നു. അപ്പൊ നമ്മള് ധർമാനുശാസനങ്ങൾ ഉണ്ടെങ്കിലേ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അസമത്വങ്ങൾ ഇപ്പൊ ഇവിടെ ഉണ്ട്. ധർമ്മമായിട്ടുള്ള കാര്യങ്ങളെ ഒന്നും പരിപാലിക്കുന്നില്ല. പരമമായ സമ്പൂർണത ഇവിടെ ഉണ്ടെങ്കിൽ പോലും, ഭഗവാൻ അങ്ങനെ പരിപൂർണ സമ്പന്നത തന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയാതെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഇത് കുറഞ്ഞു മനുഷ്യന്റെ കഴിവ് കുറഞ്ഞ് എവിടെ എത്തിച്ചേരും? നമ്മളെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം തിരിച്ചു ചെന്നിട്ട് എവിടുന്ന് ഇറങ്ങി വന്നു, എവിടുന്നാണോ വന്നത് അവിടേക്ക് തന്നെ ഇതെല്ലാം എത്തിച്ചേരും എന്ന് പറഞ്ഞു നിർത്തുകയാണ് ഇവിടെ. പറയുകയാണ് ഇവിടെ ആര് ചെയ്യുന്നത്? ധരണി ചെയ്യുന്നത്, ഭൂമി ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. നമുക്കിവിടെ നിർത്താം, സമയമായി. ഹരേ കൃഷ്ണ. ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി ഒരു സംശയം ചോദിച്ചോട്ടെ?